നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 41-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്ലോകം ഇപ്രകാരമാണ്: അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണസങ്കര. ശ്ലോകം ഒന്നുകൂടിയും ചൊല്ലാം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണസങ്കര എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം. വൃഷ്ണിവംശജനായ കൃഷ്ണ അധർമ്മം ബാധിക്കുമ്പോൾ കുലസ്ത്രീകൾ ദുഷിക്കുന്നു. സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരം സംഭവിക്കുന്നു. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഞാൻ ഒരു കുലം മുഴുവൻ മുടിപ്പിക്കുന്ന വിധത്തിൽ ഈ യുദ്ധം ചെയ്താൽ അത് ഒരുപാട് ദോഷങ്ങൾ അതിൻ്റെ പ്രതിപ്രവർത്തനം എന്ന പോലെ സംഭവിക്കും. എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ? അധർമ്മം ബാധിക്കും. അധർമ്മം ബാധിച്ചു കഴിഞ്ഞാൽ കുലസ്ത്രീകൾ ദുഷിക്കുന്നു. സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരം സംഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? ഈ യുദ്ധത്തിൽ ഞാൻ എൻ്റെ തന്നെ ആളുകളായിട്ടുള്ളവരെ നശിപ്പിക്കുമ്പോൾ അത് ഒരു കുലക്ഷയത്തിന് കാരണമായി ഭവിക്കും. കൃഷ്ണ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് അർജുനൻ ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ അത്ര കണ്ടൊന്നും ഇഷ്ടമില്ലാത്ത ചില വാക്കുകൾ ഈ ശ്ലോകത്തിലുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുലസ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വിമർശനത്തിന് ഇടയാക്കുന്ന വാക്കുകളാണ്. എന്താണ് കുലസ്ത്രീകൾ? ഏതൊരു കുലത്തിനും അതിൻ്റേതായ ചില ന്യായ പ്രമാണങ്ങളുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നു, ആദിമ കാലഘട്ടത്തിൽ വർണ്ണവ്യവസ്ഥിതി ഉണ്ടാക്കപ്പെട്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടാണ്. അപ്പം എന്താണ് ഈ വർണ്ണവ്യത്യാസങ്ങൾ? വർണ്ണങ്ങളുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. വിദ്യാകാര്യങ്ങൾ, ജ്ഞാന കാര്യങ്ങൾ ഏറ്റവും അധികം പ്രാഗൽഭ്യത്തോടു കൂടിയിട്ട് ചെയ്യുന്നവർ, അതിനെക്കുറിച്ച് അറിവുള്ളവർ, ജ്ഞാനമുള്ളവർ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വർണ്ണത്തിൽ പെടുന്നു. രാജകാര്യങ്ങളിൽ നൈപുണ്യമുള്ളവർ, എന്ത് രീതിയിലും രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രാപ്തരായ മാനസിക ശാരീരിക ശക്തിയുള്ളവർ, രാജധർമ്മങ്ങളെക്കുറിച്ചുള്ള ബോധമുള്ളവർ, അവരെ ക്ഷത്രിയർ എന്ന് പറയുന്നു. അതേപോലെ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ധാന്യ കാര്യങ്ങൾ, വിപണനങ്ങൾ എന്നിവ ചെയ്യുന്ന ആളുകൾ വൈശ്യർ എന്ന് പറയുന്ന ഒരു വർണ്ണത്തിൽ പെടുന്നു. നാലാമതായി, ഈ വക കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവർ ശൂദ്രർ എന്ന് പറയുന്ന വർണ്ണത്തിൽ പെടുന്നു. ഈ വർണ്ണങ്ങളിൽ ഒന്നും പഴയ കാലഘട്ടങ്ങളിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഈ വസുദൈവ കുടുംബകം എന്ന സങ്കല്പത്തിൽ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഈ എല്ലാ പ്രവൃത്തികളും ഒന്നിച്ച് നിലനിൽക്കുമ്പോഴാണ് ആ കുടുംബം അല്ലെങ്കിൽ ആ സമൂഹം നല്ല രീതിയിൽ നിലനിന്നു പോകുന്നത്. അപ്പോൾ ഒരു സമൂഹത്തെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി ഉള്ള ആരോഗ്യകരമായ തരം തിരിവുകളെയാണ് വർണ്ണം അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം എന്നുള്ളത് കൊണ്ട് വിവക്ഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എപ്പോഴോ ഈ വർണ്ണങ്ങൾ ജാതി വ്യവസ്ഥയുടെ ഭാഗമാവുകയും ഞാനാണ് നീയാണ് എന്ന, ആരാണ് മിടുക്കൻ ആരാണ് നല്ലവൻ എന്നുള്ള
മത്സരങ്ങൾ വരികയും ചെയ്തപ്പോൾ എന്താണോ സനാതനധർമ്മം ആദ്യകാലങ്ങളിൽ ഈ ചാതുർവർണ്ണത്തിൽ കൂടി ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ എങ്ങനെയാണോ ശ്രമിച്ചിരുന്നത്, ആ ഒരു കെട്ടുറപ്പ് ഇല്ലാതെയായി. ചാതുർവർണ്ണത്തെ ജാതിയായി മനസ്സിലാക്കാൻ ഒരു സമൂഹം തുടങ്ങിയോടുകൂടി അതിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ഭഗവാൻ എന്താണ് ഈ വർണ്ണ വ്യത്യാസങ്ങളിൽ കൂടി പ്രതിപാദിച്ചത് എന്നുള്ള ആ സത്യം മനസ്സിലാക്കാൻ യോഗ്യരായിട്ടുള്ളവർ സമൂഹത്തിൽ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അത് പരസ്പരം സ്പർദ്ധയ്ക്കും മത്സരങ്ങൾക്കും ഇടവന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും മോശമായ ഒരു പ്രയോഗമായിട്ട് ചാതുർവർണ്ണയത്തെ കാണുന്ന ഒരു വലിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. അവർ എന്താണ് ഇത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാതെ ഈ ചാതുർവർണ്ണയത്തെക്കുറിച്ച് കുറ്റം പറയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ ചാതുർവർണ്ണ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അന്തസത്ത എന്ന് പറയുന്നത്, ഓരോ സമൂഹവും നല്ല രീതിയിൽ നിലനിന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യകരമായ വേർതിരിവുകളായിരുന്നു ഈ വർണ്ണ വിഭജനത്തിലൂടെ ഭഗവാൻ, അല്ലെങ്കിൽ നമ്മുടെ ആദിമ ശ്രേഷ്ഠരായിട്ടുള്ള ഗുരുക്കന്മാർ, അല്ലെങ്കിൽ വേദങ്ങൾ ഇതൊക്കെ ഉദ്ഘോഷിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ തന്നെയാണ് ഈ 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ശ്ലോകത്തിൻ്റെ പ്രസക്തി. കാരണം എവിടെയൊക്കെയാണോ അധർമ്മം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുലം നശിക്കും. അതോടൊപ്പം തന്നെ ആ കുലത്തിൻ്റെ നെടുംതൂണുകളായ കുലസ്ത്രീകളും നശിച്ചു പോകും. അത്തരം സന്ദർഭങ്ങളിൽ ഈ സ്ത്രീകൾ, ഈ കുലസ്ത്രീകൾ അല്ലെങ്കിൽ ഈ കുലത്തിൻ്റെ മഹിമകൾ ആയിട്ടുള്ളവർ വർണ്ണസങ്കരത്തിന് വിധേയരാകും. വ്യത്യസ്തമായിട്ടുള്ള സങ്കരങ്ങൾ രൂപപ്പെടും. അങ്ങനെയുള്ള സങ്കരങ്ങൾ രൂപപ്പെട്ടാൽ അത് ഒരു സമൂഹത്തിൻ്റെ നാശത്തിന് ഇടയാകും. നമുക്കറിയാം, ഓരോ കാര്യങ്ങളിലും നൈപുണ്യമുള്ളവർ അത് ചെയ്യുമ്പോഴാണ് ആ സമൂഹം നന്നായി നിലനിൽക്കുന്നത്. യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സേനാനായകൻ ആതുര സേവനം ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഉദ്ദേശിച്ച ഫലം നടക്കില്ല. അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകൻ ആ അധ്യാപക വൃത്തി മാറ്റിവെച്ച് മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ അത് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ ഓരോ ആളുകളും ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ട ഓരോ ആളുകളും ഇവിടെ ഉണ്ടായിരിക്കണം. അവർ അവരുടേതായ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അവിടെ വർണ്ണസങ്കരം സംഭവിക്കുകയും ആ സമൂഹത്തിൻ്റെ യഥാർത്ഥമായ അടിത്തറ ഇല്ലാതാവുകയും ചെയ്യും. ഇതാണ് അർജുനൻ്റെ ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടി അർജുനൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ ഭഗവത്ഗീത അർത്ഥമാക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും, സാധാരണക്കാരായ ഓരോരുത്തരുടെയും സംശയങ്ങൾ ഇപ്രകാരം അർജുനൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാമുള്ള മറുപടികൾ ഭഗവാൻ കൃഷ്ണൻ്റെ കയ്യിൽ ഭദ്രമാണ്. ആ സർവേശ്വരൻ്റെ ആ മറുപടികൾക്ക് വേണ്ടി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാതോർക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.